മീഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തേത് 4ാമത്തെ ക്ലാസ്സാണ്, ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ പറ്റിയാണ്. അപ്പോൾ ആരാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് നമുക്ക് 13ാം നൂറ്റാണ്ട് തൊട്ട് 16ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം അറിയാലോ, നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രമായ ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന മുസ്ലിം മതത്തിൽപ്പെട്ട രാജാക്കന്മാരെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അവർ ഇന്ത്യക്കാർ ആയിരുന്നില്ല, അതായത് അവർ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ യുദ്ധം ചെയ്ത് കീഴടക്കി ഇവിടെ ഭരണം നടത്തിയിരുന്നവരാണ് ആര്? ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 രാജവംശങ്ങളാണ് അതിനകത്ത് വരുന്നത്. നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് രാജവംശത്തിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. അതിലൊന്നാമത്തേതാണ് മാമലൂക്ക് രാജവംശം, നമ്മൾ അടിമ രാജവംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തേതാണ് ഖിൽജി ഡൈനാസ്റ്റി. മൂന്നാമത്തേത് തുഗ്ലക് ഡൈനാസ്റ്റി. നാലാമത്തേത് സയ്യിദ് ഡൈനാസ്റ്റി. അഞ്ചാമത്തേത് ലോധി ഡൈനാസ്റ്റി. ഇവരെ പറ്റി നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 രാജവംശങ്ങൾ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവർ പുറത്തു നിന്ന് നമ്മുടെ വിദേശത്ത്, അതായത് നമ്മുടെ അറബ് ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ പിടിച്ചടക്കി ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാരാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഇവരെയും പിന്നെ കീഴടക്കിയിട്ടാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ 5 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? മാമലൂക്ക്, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. മാമലൂക്ക്, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. മാമലൂക്ക്, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു രസത്തിന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മുടെ മാമലൂക്ക് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ആളാണ്. അവസാനത്തെ രാജാവാണ് മുയ്സുദ്ദീൻ നമ്മുടെ കൈക്കോബാദ് എന്ന് പറയും. ഓക്കെ, ഇത് കൈക്കോബാദ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഖിൽജി ഡൈനാസ്റ്റി ആണെങ്കിൽ ജലാലുദ്ദീൻ ഖിൽജി ആരംഭിക്കുക. അവസാനത്തെ റൂളർ എന്ന് പറയുന്ന ആരാണ്? ഖുത്ബുദ്ദീൻ മുബാരക് ഷായാണ്. ഓക്കെ, തുഗ്ലക് ഡൈനാസ്റ്റി ആണെങ്കിൽ ഗിയാസുദ്ദീൻ തുഗ്ലക് സ്ഥാപിക്കുന്നു. നാസറുദ്ദീൻ മുഹമ്മദ് ഷാ അവസാനത്തെ റൂളർ. അത് കഴിഞ്ഞ് സയ്യിദ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കിസർ ഖാനാണ്. അലാവുദ്ദീൻ ആലം ഷായാണ് അവസാനത്തെ റൂളർ. ലോധി ഡൈനാസ്റ്റി ബഹ്ലു ലോധി സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാബർ എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യം ആരംഭിക്കുന്നത്. രാജാക്കന്മാരുടെ പേരൊന്നും പഠിക്കണം, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ സുൽത്താനേറ്റ് ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് അല്ലേ. ഇതുവരെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ടായ കാരണമാണ് അറബ് ഇൻവേഷൻ. എന്താണ് അറബ് ഇൻവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഈ ഇറാഖ്, പേർഷ്യ എന്നൊക്കെ പറയുന്ന ഭാഗത്തിനാണ് നമ്മൾ അറബ് എന്ന് വിളിക്കുന്നത്. ഇവർ ഇൻഡസ് നദി ക്രോസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? സിന്ധ് പ്രവിശ്യയിലേക്ക് വരുന്നു, ഇവിടെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന അറബുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലോട്ട് ഇൻഡസ് ക്രോസ് ചെയ്ത് വരാനുള്ള വഴി കാണിച്ചു കൊടുത്തതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്, നമുക്ക് അതൊന്നും അറിയണ്ട. നമ്മൾ മനസ്സിലാക്കുക, ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്ന അറബ് ഇൻവേഷനിലൂടെയാണ്. അതായത് നമ്മുടെ 8ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അതായത് 8ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 712 എന്ന് പറയുന്ന വർഷത്തിൽ ഈ പറയുന്ന മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന ആൾ, ഈ മുഹമ്മദ് ബിൻ കാസിം എന്ത് ചെയ്യുന്നു? ഈ സിന്ധ് പ്രവിശ്യയിലേക്ക് വന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് ഇവിടെ യുദ്ധം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ബിൻ കാസിം ഇവിടെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉമൈദ് ഡൈനാസ്റ്റി, ബാഗ്ദാദിൻ്റെ ഇവിടെ ഉമൈദ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന രാജാവിന് നമ്മുടെ ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്നും ഒരു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഷിപ്പ് ഇടയ്ക്ക് വെച്ച് ആരോ ആക്രമിച്ചു. അത് ഈ സിന്ധ് പ്രവിശ്യയിലുള്ളവരാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് ബിൻ കാസിം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതാദ്യം. അങ്ങനെ മുഹമ്മദ് ബിൻ കാസിം ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര നല്ല ഐക്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാമെന്നുള്ള കാര്യം ഈ പറയുന്ന അറബ് രാജ്യക്കാർ അറിയുന്നത്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? പിന്നീട് തുർക്കിയിൽ നിന്ന് മഹമൂദ് ഓഫ് ഗസ്നി എന്നാണ് കറക്റ്റ് പറയുന്നത്. ഈ മഹമൂദ് ഓഫ് ഗസ്നി എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഈ മഹമൂദ് ഓഫ് ഗസ്നി ഇവിടെ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 17 തവണയോളം ഇയാൾ ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങളും കൊള്ളയടിക്കുകയും അവിടെ നിന്നുള്ള സ്വത്ത് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഗോറി. ഈ മുഹമ്മദ് ഗോറി വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു റൂളറിനെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കുന്നതിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. മുഹമ്മദ് ഗോറി ഇവിടെ പിടിച്ചെടുക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ അടിമയെ ഇവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനത്തെ ആ അടിമയാണ് ഇവിടെ എന്ത് സ്ഥാപിക്കുന്നത്? മാമലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ വംശം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്?
സുൽത്താനേറ്റ് ഇവിടെ ഇന്ത്യ വരാനുള്ള കാരണം അറബ് ഇൻവേഷൻ. എന്താണ് അറബ് ഇൻവേഷൻ? 712 മുഹമ്മദ് ബിൻ കാസിം സിന്ധ് പ്രവിശ്യ, അതായത് ഇൻഡസ് നദി ക്രോസ് ചെയ്ത് ഇവിടെ വന്നിട്ട് യുദ്ധം ചെയ്യുന്നു ഫസ്റ്റ്. ഇത് കണ്ടിട്ട് തുർക്കിയിൽ നിന്നുള്ള മുഹമ്മദ് ഓഫ് ഗസ്നിയും അതിനുശേഷം മുഹമ്മദ് ഗോറിയും ഇന്ത്യയിലോട്ട് വരുന്നു, പിടിച്ചടക്കുന്നു. അതിൽ മുഹമ്മദ് ഗോറി ഈ പറയുന്ന പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവിനെ ബാറ്റിൽ ഓഫ് തറൈനിൽ പരാജയപ്പെടുത്തുന്നു. ഇതും പഠിക്കേണ്ട, ഞാൻ കഥ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ബാറ്റിൽ ഓഫ് തറൈനിൽ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ട് ഇവിടെ നിന്ന് ഭരിക്കാതെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അടിമയായിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഓക്കെ, ആ പറയുന്ന അടിമയുടെ പേര് നിങ്ങൾക്കറിയാം. ആരാണ് അടിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ഖുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, അടിമകളുടെ അടിമ എന്നൊക്കെ അറിയപ്പെടുന്ന ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കും. അങ്ങനെ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യുന്നു? മാമലൂക്ക് ഡൈനാസ്റ്റിയുടെ സ്ഥാപിക്കുന്നു. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അപ്പോൾ 5 ഡൈനാസ്റ്റികൾ ചേരുന്നതാണ് ഡൽഹി സുൽത്താനേറ്റ്. 1206 തൊട്ട് 1526 CE വരെയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ 5 ഡൈനാസ്റ്റിയിൽ ആദ്യം വരുന്നത് മാമലൂക്ക്, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. അതിൽ മാമലൂക്കിലെ ഫൗണ്ടറാണ് ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്ക്. ഈ ഖുത്ബുദ്ദീൻ ഐബക്കിനെ ആരാണ്? മുഹമ്മദ് ഗോറിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അധികാരം ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അത് കഥ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് നോക്കാം. ഈ ഡൽഹി സുൽത്താനേറ്റ് ഓരോരോ റൂളേഴ്സിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അത്രയൊന്നും പറയുന്നില്ല. അപ്പോൾ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ മാത്രം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ സുൽത്താനേറ്റ് പീരീഡിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് കൺട്രോളാണ്. അപ്പോൾ എന്താണ് മാർക്കറ്റ് കൺട്രോൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അലാവുദ്ദീൻ ഖിൽജിയാണ് മാർക്കറ്റ് കൺട്രോൾ കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, control the prices of all the products in general and price of the foodstuffs in particular. അത് ആഹാര സാധനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും വില നിയന്ത്രണം കൊണ്ടുവന്നു. വില ഇത്രയേ ആകാൻ പാടുള്ളൂ എന്നൊരു കൺട്രോള് മാർക്കറ്റിന് മേൽ കൊണ്ടുവന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോമഡി റീസൺ ആണ്. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? മംഗോളിയൻസ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. നിങ്ങൾ മംഗോളിയൻ രാജാവ് ജംഗിസ് ഖാനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ വിജയുടെ ഒരു സിനിമയിൽ അയാളെ പറ്റി പറയുന്നുണ്ട്. ഇവർ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അലാവുദ്ദീൻ ഖിൽജിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരുപാട് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു വലിയൊരു ആർമി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇൻവേഷനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർമി വലുതാവുമ്പോൾ ഈ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പൈസയാവും. അപ്പോൾ ആർമിയിൽ ഒരുപാട് പേരുണ്ട്, ഇവർക്ക് ഒരുപാട് കാശ് വേണം. അപ്പോൾ ഈ ഒരു കാശ് എന്തിനാണ് ഉപയോഗിക്കുന്ന? സാധനം വേണം. അപ്പോൾ സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ ഇവർ കൂടുതൽ കാശ് ചോദിക്കും. ഇവർ കൂടുതൽ കാശ് ചോദിച്ചാൽ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. അത് ഖജനാവിന് വലിയൊരു കാര്യമോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സാധനങ്ങളുടെ വില നമ്മളങ്ങ് കൺട്രോൾ ചെയ്യും. അതായത് ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ജീവിക്കാൻ 100 രൂപ മതിയെങ്കിൽ ഞാനൊരു മാസം ഒരുപാട് ശമ്പളം ചോദിക്കുമോ? ഇല്ല അല്ലേ? ഒരു 3000 രൂപയോ 4000 രൂപയോ മതിയെന്ന് ഞാൻ വിചാരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ചിലവല്ലേ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റിലെ വില പിടിച്ചു നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ ശമ്പളം കുറയ്ക്കാമെന്നൊരു ബുദ്ധിയുടെ പുറത്താണ് അലാവുദ്ദീൻ ഖിൽജി എന്ത് കൊണ്ടുവരുന്നത്? മാർക്കറ്റ് കൺട്രോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് കൺട്രോൾ? കൺട്രോൾ ദ പ്രൈസ് ഓഫ് ഓൾ ദ പ്രോഡക്ട്സ്, അല്ലെ? പ്രോഡക്റ്റുകളുടെ വില, പ്രത്യേകിച്ച് ഫുഡ് സ്റ്റഫിൻ്റെ വില കൺട്രോൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? ഈ പറയുന്ന ഇഫ് ദ പ്രൈസസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ലോ ഇറ്റ് ഈസ് ഇനഫ് ടു പേ ലോ സാലറി, അല്ലേ? സാധനങ്ങളുടെ വില കുറവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളവും കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം പ്രത്യേകം വെയർ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ കൂടിയ വിലയിൽ ആൾക്കാർ പൂഴ്ത്തി വയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരെ പിടിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഉള്ള കാര്യം ആര് കൊണ്ടുവരുന്നു? അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവരുന്നു. ഇതിനാണ് നമ്മൾ മാർക്കറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു ട്രാവലറാണ് ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്ത ഒരു മൊറോക്കൻ ട്രാവലറാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ നിന്നാണ് നമ്മൾ അന്നത്തെ നമ്മുടെ ഈ ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ സോഷ്യൽ ലൈഫിനെ പറ്റി മനസ്സിലായത്. അദ്ദേഹം അത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മണ്ണെന്ന് പറയുന്നത് ഫെർട്ടൈലായ സോയിലാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ഗംഗാ തീരത്തെ മണ്ണ് വളരെയധികം ഫെർട്ടൈലായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വർഷത്തിൽ 2 തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2-3 തവണ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ എന്താണ്? ഫാർമേഴ്സാണ്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ എന്ത് മനസ്സിലായി? സോഷ്യൽ എക്കണോമിക് ലൈഫിനെ പറ്റി മനസ്സിലായി. അതായത് നമ്മളിവിടുത്തെ ഇന്ത്യയിൽ അന്നത്തെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്ത് കൂടുതൽ ആൾക്കാർ എന്തായിരുന്നു? ഫാർമേഴ്സ് ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും
നിരന്തരമായി നടക്കുന്ന യുദ്ധങ്ങൾ, കാരണം 5 രാജവംശങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നിരന്തരമായ യുദ്ധങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ വരുന്ന ക്ഷാമവും കാരണം ആൾക്കാരുടെ ജീവിതം അത്ര സുഖമായിരുന്നില്ല. എങ്കിലും ഇവിടെ ഷുഗർ കെയിൻ, വീറ്റ്, ഇൻഡിഗോ, കോട്ടൺ, ഓയിൽ സീഡ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഇവ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതുമായി അനുബന്ധിച്ച് ശർക്കര നിർമ്മാണം, അതുപോലെ തന്നെ വീവിങ്, കോട്ടൺ ടെക്സ്റ്റൈൽ, അല്ലെങ്കിൽ കളറിങ് ഓഫ് ടെക്സ്റ്റൈൽ, അതാണ് ഇൻഡിഗോ, നീലം ഒക്കെ എന്തിനാണ് തുണികൾ കളർ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ആ കാലത്ത് നമ്മൾ കൃഷിക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് റാഹത്ത് എന്ന് പറയുന്ന ഇറിഗേഷൻ സിസ്റ്റം. ഇവിടെ കാണുന്നതാണ്, കണ്ടു, ഈ ജലചക്രം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ ചക്രത്തിൽ പാത്രങ്ങൾ ഘടിപ്പിച്ച് അത് വെച്ച് താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തോട്ട് നമ്മൾ വെള്ളം കൊണ്ട് എത്തിക്കുമായിരുന്നു. അതിനാണ് നമ്മൾ റാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ മോണിറ്ററി സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, പ്രത്യേക നാണയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് തങ്കയും ജിതാളും. ഓക്കെ, തങ്കയും ജിറ്റാളും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽത്തുമിഷാണ്. ഇതാ ഈ കാണുന്ന ആളാണ് ഇൽത്തുമിഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് തങ്കയും ഇതാണ് ജിറ്റാൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്വർണം, അതുപോലെ തന്നെ കോപ്പർ, ഓക്കെ, നാണയങ്ങളാണ് ഈ പറയുന്നത്. തങ്ക എന്ന് പറയുന്നത് സിൽവർ കോയിൻ ആയിരുന്നു, ജിറ്റാൾ എന്ന് പറയുന്നത് കോപ്പർ കോയിൻ ആയിരുന്നു. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ട്രേഡൊക്കെ വളരെ സുഖകരമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ട്രേഡൊക്കെ നന്നായിട്ട് നടന്നത് കാരണം സോഫ്റ്റ് സിൽക്ക്, ഗ്ലാസ്, കുതിരകൾ, ചൈനീസ് വെസൽസ്, ഐവറി പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഗോൾഡും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ഗോൾഡ് ടെക്സ്റ്റൈൽ മാത്രമല്ല, നമ്മൾ സ്പൈസസും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് പറ്റി, വിദേശത്ത് നിന്നുള്ള സ്വർണവും വെള്ളിയൊക്കെ നമ്മുടെ ഇന്ത്യയിലോട്ട് ഒരുപാട് വരികയും ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് ഒരു ധനികരായിട്ടുള്ള രാജവംശമായിട്ട് മാറുകയും ചെയ്തു. ഇനി അങ്ങനെ ഈ പറയുന്ന ട്രേഡ് വളർന്നു, കൃഷി വളർന്നു. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ എന്തായിട്ട് മാറി, വലിയ വലിയ സിറ്റികളായിട്ട് മാറി. ഉദാഹരണത്തിന് ഡൽഹി, അതുപോലെ ദൗലത്താബാദ് എന്ന് പറയുന്ന 2 സിറ്റികൾ അന്ന് ഈസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റികളായിട്ട് മാറി. ലാഹോർ, മുൾട്ടാൻ, ലക്നോ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വലിയ ടൗണുകളായിട്ട് മാറി. ബംഗാളും ഗുജറാത്തും പോലെയുള്ള സ്ഥലങ്ങൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഫ്ലറിഷായി. കാരണം ഈ പറയുന്ന ടർക്കിഷ് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്രാഫ്റ്റ് വർക്ക്, ലെതർ വർക്ക്, മെറ്റലർജി, അതുപോലെ പേപ്പർ മേക്കിംഗ് പോലെയുള്ള ഇൻഡസ്ട്രികൾ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കൃഷിയിൽ നിന്നും നമ്മൾ എന്തായി, കുറേ ഇൻഡസ്ട്രികളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി. അങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്തു, നല്ല രീതിയിൽ കൂടി. ഇനി ആ സമയത്തുള്ള ടാക്സ് സിസ്റ്റത്തിനെ വിളിച്ചിരുന്ന പേരാണ് ഇക്ത സമ്പ്രദായം. ഇക്ത സമ്പ്രദായം സിമ്പിളാണ്. നമ്മുടെ മൊത്തം രാജ്യത്തെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത ഭാഗങ്ങളാണ് നമ്മൾ ഇക്ത എന്ന് വിളിക്കുന്നത്. ഈ ഇക്തയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് നോബിൾസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്യും, ലാൻഡ് ടാക്സ് കളക്ട് ചെയ്ത് ആർക്ക് കൊടുക്കും, സുൽത്താന് കൊടുക്കും. അങ്ങനെ സുൽത്താൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ടാക്സ് വഴി നല്ല രീതിയിൽ കാശ് കിട്ടാനായിട്ട് തുടങ്ങി. ഓക്കെ, പ്രധാനമായിട്ടും ടർക്കിഷ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലാൻഡ് പതിച്ചു കൊടുത്തത്. ജമ്മിത്ത വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ മുഗൾ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാരുടെ ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് ആരാണ്, ഇൽത്തുമിഷാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ ഇക്ത സിസ്റ്റം, ദ ഹോൾ ലാൻഡ് ഓഫ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഇക്താസ്, അതായത് ഭാഗങ്ങൾ. ഈ ഇക്താസ് ഓരോന്നിനും ഓരോ നോബിൾസിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഈ നോബിൾസ് എന്ത് ചെയ്തു, ദേ കളക്റ്റഡ് ലാൻഡ് റവന്യൂ. അവരെന്ത് ചെയ്തു, ലാൻഡ് റവന്യൂ കളക്ട് ചെയ്ത് ആർക്ക് കൊടുത്തു, സുൽത്താന് കൊടുത്തു. അങ്ങനെ കളക്ഷൻ ഓഫ് ദ ലാൻഡ് റവന്യൂ എന്ത് ചെയ്തു, ക്യാഷ് എക്കോണമി വളരെ രീതിയിൽ വളരുകയും ഈ രാജ്യം സമ്പന്നമായി മാറുകയും ചെയ്തിരുന്നു. ഇനി അവിടുത്തെ സോഷ്യൽ ലൈഫിനെ പറ്റി നമുക്ക് നോക്കാം. അവിടെ സോഷ്യൽ ലൈഫിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് സുൽത്താൻ, അതുപോലെ നോബിൾസിൻ്റെ ചീഫ്, വില്ലേജിലെ ചീഫ്, മുഗ്ദാമാസ് എന്ന് പറയുന്നവരൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട ഹൈ കാസ്റ്റ് ആൾക്കാരെന്ന് പറയുന്നത്. നമ്മുടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നൊക്കെ പറയുന്ന പോലെ. എങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് ആസ് യൂഷ്വൽ എന്താണ്, വളരെയധികം മോശമായിരുന്നു. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം വേറൊരു രീതിയിലായി എന്നുള്ളതല്ല, അത് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഇനി മുസ്ലിംസ് മാത്രമല്ല, മറ്റ് ജാതിയിൽപ്പെട്ട, അതായത് ഹിന്ദുക്കളായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദുക്കൾക്കൊരു അവരൊക്കെ ഒരു പ്രത്യേക ദേഷ്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആർമിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന ആര് തന്നെയാണ്, ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും, അതായത് എന്താണ്, രാജാക്കന്മാർ മുസ്ലിംസ് ആണെങ്കിലും അവർ മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെ എന്ത് ചെയ്യുമായിരുന്നു, പ്രൊമോട്ട് ചെയ്യുമായിരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. സ്ത്രീകളുടെ സ്റ്റാറ്റസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നാലും നമുക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി അവകാശം പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഈ സമയത്ത് കിട്ടിയെന്നാണ് പറയപ്പെടുന്ന കാര്യമാണ്. നമുക്ക് അതിന് തെളിവുകളൊന്നും അധികമായിട്ട് ഇല്ല. അപ്പോൾ സോഷ്യൽ ലൈഫ് നമ്മൾ നോക്കിയാൽ നമുക്ക് സൊസൈറ്റിയെ ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെന്നും ലോ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെന്നും ഒരു മീഡിയം സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെന്നും തിരിക്കാൻ പറ്റും. സുൽത്താനും നോബിൾസും അതുപോലെ മുഗ്ദാമാസുള്ള ആൾക്കാർ ഹൈ ക്ലാസ്.
എന്നാൽ ഹിന്ദുസിൽ വരുന്ന കുറേ ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കുമായിരുന്നു, നല്ല പദവികൾ ആർമിയിലൊക്കെ കൊടുക്കുമായിരുന്നു, അവരെ മിഡിൽ ക്ലാസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എങ്കിൽ കൃഷി ചെയ്യുന്ന ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ലോ ക്ലാസ് ആയിട്ട് കണക്കാക്കാം. സ്ത്രീകളെ പ്രത്യേകം പറയുകയാണെങ്കിൽ മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് വന്നിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറൽ ലൈഫിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ സാംസ്കാരികമായി എന്തൊക്കെ മാറ്റം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിത്താർ, തബല, സാരംഗി പോലെയുള്ള കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ കാലത്താണ് ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അതിൽ നിന്ന് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഫ്ലറിഷ് ആവുന്നു. അതുപോലെ നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുത്തബ് മിനാർ, തുഗ്ലക്കാബാദ് ഫോർട്ട്, ഹൗസ് കാസ് എന്ന് പറയുന്ന വലിയ ടാങ്ക്, ലോധി ഗാർഡനൊക്കെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന സുൽത്താനേറ്റ് പീരീഡിലാണ്. മാത്രമല്ല പേർഷ്യൻ ഭാഷയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാവുകയും അതിൽ നിന്നും ഉറുദു എന്നൊരു ഭാഷ ഡെവലപ്പ് ആവുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. അമീർ ഖുസ്രുവിനെ പോലെയുള്ള, അതുപോലെ സിയാവുദ്ദീൻ ബറനി പോലെയുള്ള ഹിസ്റ്റോറിയൻസ്, ഇവരുടെ ഹിസ്റ്റോറിക്കൽ ബുക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ സമയത്ത് എന്ത് ചെയ്തു, വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ആ സമയത്തുള്ള നമ്മൾ സൗത്ത് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഗുപ്ത പീരീഡിൻ്റെ അവസാനത്തോടു കൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതായത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കൻ ഭാഗത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചുകളും ഉണ്ടായി. ചെറിയ ചെറിയ പല കിങ്ഡങ്ങളും വളർന്നു വന്ന് വലിയ വലിയ സ്റ്റേറ്റുകളായിട്ട് മാറുന്നു. അതുപോലെ ലോക്കൽ കൾച്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതായത് തമിഴന്മാർ, തെലുങ്കന്മാർ, അങ്ങനെ അവിടെ ലോക്കൽ കൾച്ചർ സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു, സൗത്ത് ഇന്ത്യയിലും ഉണ്ടാകുന്നു. ഇത്ര ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളത്, അതുകൊണ്ടാണ് ഇത്ര ചുരുക്കി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിക്കാം. അല്ല, നോട്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.